ഹലോ, എല്ലാവർക്കും എസ് ഫാഷൻ ബുട്ടീക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ വീണ്ടും ഒരു ഹാൻഡ് എംബ്രോയിഡറി സാരി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ ലാസ്റ്റ് വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ നമ്മൾ ഹാൻഡ് എംബ്രോയിഡറിയുടെ വർക്ക്സ് പുതിയത് കമ്മിറ്റ് ചെയ്യുന്നില്ല. നമുക്ക് ഓൾറെഡി വന്ന ഓർഡേഴ്സ് നമ്മളിപ്പോൾ ഡിസ്പാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓർഡറിൽ നമ്മൾ വീഡിയോസ് കാണിക്കുന്നതാണ്. കുറച്ചൊക്കെ നമ്മൾ വീഡിയോസ് കുറച്ച് പെൻഡിങ് ആക്കി കാണിക്കുന്നുണ്ട്. എന്നാലും നമുക്ക് ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കുകളും നമ്മൾ ഡിസ്പാച്ച് ചെയ്യുന്ന വർക്കുകളും നമ്മൾ കാണിക്കുന്നുള്ളൂ. പുതിയതായിട്ട് കമ്മിറ്റ് ചെയ്യുന്ന വർക്കുകളൊന്നും നമുക്കിപ്പോൾ ഇല്ല. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ നമുക്കിപ്പം പെൻഡിങ് ആയിട്ട് ഒത്തിരി ഓർഡേഴ്സ് ഇരിപ്പുണ്ട്. അപ്പൊ അതൊക്കെ ചെയ്ത് തീർത്ത് നമുക്ക് നെക്സ്റ്റ് ഒരു ഡിസ്പാച്ച് ടൈം നമ്മൾ നേരത്തെ പോലെ ഒരു 60 വർക്കിംഗ് ഡേയ്സ് ഒക്കെ പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിട്ടേ നമ്മൾ പുതിയ ഓർഡേഴ്സ്, അതായത് ഹാൻഡ് എംബ്രോയിഡറിയിൽ പുതിയ ഓർഡേഴ്സ് കമ്മിറ്റ് ചെയ്യുന്നുള്ളൂ. പക്ഷെ നമ്മൾ മെഷീൻ എംബ്രോയിഡറിയുടെ വർക്ക്സ് കമ്മിറ്റ് ചെയ്യുന്നുണ്ട്. അതിന് നമുക്ക് ഡിസ്പാച്ച് ടൈം 2 വീക്സേ ഉള്ളൂ. നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ നമ്മൾ മെഷീൻ എംബ്രോയിഡറി ഓർഡേഴ്സ് എടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ഒക്കെ മെറ്റീരിയലിൽ മെഷീൻ എംബ്രോയിഡറി വർക്ക്സ് വേണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. ഇപ്പൊ നിങ്ങളുടെ ബഡ്ജറ്റ് ഏതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് മെറ്റീരിയലാണ് വേണ്ടത് എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ നമ്മൾ അതനുസരിച്ച് വർക്ക് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു വൈറ്റ് കളറിൽ എംബ്രോയിഡറി ചെയ്തിരിക്കുന്ന ഒരു സാരിയാണ്. നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ കാണിച്ചിട്ടുള്ള ഒരു സാരി തന്നെയാണ്. നമുക്ക് ഒത്തിരി എൻക്വയറീസും ഒത്തിരി നല്ലൊരു അഭിപ്രായവും ഒക്കെ വന്നിട്ടുള്ള ഒരു സാരി തന്നെയാണ്. ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ വൈറ്റ് കളർ നമ്മൾ ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നമുക്ക് നല്ലതായിട്ട് റെസ്പോൺസ് വന്ന ഒരു പാറ്റേൺ സെയിം റിപ്പീറ്റ് ആയിട്ട് വീണ്ടും ഒത്തിരി ഓർഡേഴ്സ് നമുക്ക് ഈ സാരി വന്നിട്ടുണ്ടായിരുന്നു. അത് സിൽക്കി കോട്ടായിലാണെങ്കിലും ഒക്കെ നമ്മൾ ചെയ്ത് നമ്മുടെ ചാനലിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ വീണ്ടും അത് കോട്ടൺ ചെക്കോട്ടായിൽ നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ ആ ഒരു വർക്ക് ചെയ്തെടുത്തിരിക്കുന്നതാണ്. നമ്മൾ റിപ്പീറ്റ് ആയിട്ടുള്ള സാരീസ് വീണ്ടും ഇപ്പൊ നമ്മുടെ ചാനലിൽ കാണിക്കുന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ വീണ്ടും ഈ ഒരു സാരി കാണിക്കുവാണ്. അപ്പൊ നമുക്ക് സാരി കാണാം. അപ്പൊ ഈ ഒരു വൈറ്റ് ചെക്കോട്ട സാരിയാണ് നമ്മൾ കാണിക്കുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ള സാരിയുടെ റിപ്പീറ്റ് ഓർഡർ ആണ്, റിപ്പീറ്റ് ഡിസൈൻ ആണ് നമ്മൾ വീണ്ടും കാണിക്കുന്നതേ ഉള്ളൂ. ഇത് വൈറ്റ് കളറിൽ എംബ്രോയിഡറി ചെയ്തിരിക്കുന്ന ഒരു സാരിയാണ്. നമുക്ക് ഒത്തിരി എൻക്വയറീസ് വന്ന ഒരു പാറ്റേൺ ആണ് വൈറ്റ് എംബ്രോയിഡറി ഉള്ള സാരീസ്. അപ്പൊ അത് നമ്മൾ വീണ്ടും റീഓർഡർ ആയിട്ട് വന്നത് നമ്മൾ വീണ്ടും അതുപോലെ തന്നെ ചെയ്തെടുത്താണ്. ഇതൊരു മാംഗോ മോട്ടീവ് ചെയ്തിട്ട് അതിനകത്ത് ഫ്ലവേഴ്സും ബോൾ വർക്കും ചെയ്തിരിക്കുന്ന പോലെയാണ്. ചെയിൻ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു മാംഗോ മോട്ടീവിന്റെ ഔട്ട്ലൈൻ ചെയ്തെടുത്തിരിക്കുന്നത്. അതിനകത്ത് നമ്മൾ ഡേയ്സി സ്റ്റിച്ചസ് വെച്ചിട്ടുള്ള ഫ്ലവേഴ്സും അതുപോലെ ചെറിയ പേൾ വർക്കുമാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് ആ വൈറ്റിൽ ആ ഒരു പേൾ വർക്കും വൈറ്റ് ഡിസൈനും ഒക്കെ നല്ലൊരു എലഗന്റ് ലുക്ക് കിട്ടും. നല്ല ഭംഗിയായിരിക്കും ഇത് ഉടുത്താല്. അതുപോലെ ഇത് മുന്താണി പോർഷന്റെ എൻഡിൽ കൊടുത്തിരിക്കുന്ന ഡിസൈനാണ്. മുന്താണി പോർഷന്റെ മറ്റേ എൻഡിലും നമ്മൾ ഈ സെയിം ഡിസൈൻ ഇതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. സെയിം അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്തും ചെയ്തെടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ഇതിന്റെ റണ്ണിങ് പോർഷനിലോട്ട് വരുമ്പോഴും നമ്മൾ ഇതുപോലെ കുറച്ചൊരു ഗ്യാപ്പ് വിട്ടിട്ട് ഡിസൈൻസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ വൈറ്റ് എംബ്രോയിഡറി ആയതുകൊണ്ട് തന്നെ ഒത്തിരി ഹൈലൈറ്റ് നമുക്ക് ദൂരെ നിന്നൊന്നും ഡിസൈൻ വരത്തില്ല. കാരണം സെൽഫ് കളർ ആണല്ലോ. നമുക്ക് അടുത്ത് വരുമ്പോഴേ ഈ ഒരു വർക്ക് അത്രയും ഹൈലൈറ്റ് ആയിട്ട് കാണത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ അടുത്ത് കാണുന്ന സ്ഥലങ്ങളിലാണ് കൂടുതലും ഡിസൈൻസ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ റണ്ണിങ് പോർഷനിൽ 2 ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ പല്ലുവിന്റെ ആ ഒരു പുറകിലോട്ട് കിടക്കുന്ന ആ ഭാഗത്ത് വരുന്ന പോലെ ഇടയ്ക്ക് മുന്താണിയുടെ എൻഡിലല്ലാണ്ട് 2 ഡിസൈൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഇതിന്റെ ചെസ്റ്റ് പോർഷനിലാണ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ചെസ്റ്റ് പോർഷനിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ 4 ഡിസൈൻസ് ഈ ഒരു സാരിയിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ നമുക്ക് ലോങ് വ്യൂവിൽ ഡിസൈൻ വലിയ ഹൈലൈറ്റ് വരാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഇതിന്റെ ലെഗ് പോർഷനിൽ ഡിസൈൻ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പറഞ്ഞ റണ്ണിങ് പോർഷനിലും ഡിസൈൻസ് കൂടുതൽ ചെയ്തിരിക്കുന്നത്. അതുപോലെ ചെസ്റ്റ് പോർഷനിലും നമ്മൾ നോർമലി ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഡിസൈൻസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഉടുത്ത് വരുമ്പം നമുക്ക് പെട്ടെന്ന് കാണുന്നിടത്തായിട്ട് കുറച്ച് നല്ല ഡിസൈൻസ് ഉണ്ട് താനും. ഈ പേൾ വർക്ക് ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഒരു നോർമൽ വൈറ്റ് ഉള്ളതിനേക്കാളും ആ ഒരു പേൾ വർക്ക് കൂടെ വരുമ്പോഴത്തേനും കുറച്ചും കൂടി ഒരു ഹൈലൈറ്റും കിട്ടും. നല്ല ഭംഗിയായിരിക്കും ഉടുത്ത് വരുമ്പോഴത്തേനും. ആ വർക്ക് നന്നായിട്ട് കാണാനായിട്ട് പറ്റും നമ്മൾ അടുത്ത കാണുമ്പോഴത്തേനും. പിന്നെ ആ മോട്ടീവ്സ് ആണെങ്കിലും നല്ല ഭംഗിയായിട്ടുള്ള ഈ മാംഗോ മോട്ടീവ്സ് ഒക്കെ എപ്പോഴും ട്രെൻഡിങ് ആയിട്ടുള്ള ഡിസൈൻസ്, പ്രത്യേകിച്ച് ചിക്കൻ കാരി പോലത്തെ വർക്കുകളിലൊക്കെ ആണെങ്കിലും മാംഗോ മോട്ടീവ്സ് കാണാനായിട്ട് എപ്പോഴും നല്ല ഭംഗിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ആ ഒരു മാംഗോ മോട്ടീവ്സ് തന്നെ ഈ സാരി ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ നമ്മൾ വിത്ത് ബ്ലൗസും ചെയ്തിട്ടുണ്ട്. സെയിം സൈസിലുള്ള മാംഗോ മോട്ടീവ്സ് 2 സ്ലീവ്സിലും വരുന്ന പോലെ നമ്മൾ ഇതിന്റെ ബ്ലൗസും ചെയ്തെടുത്തിരിക്കുന്നത്. നമ്മൾ 5.5 മീറ്റർ സാരിയും 1 മീറ്റർ ബ്ലൗസും വരുന്ന പോലെ ഈ ഒരു സാരി ചെയ്തെടുത്തിരിക്കുന്നത്. ബ്ലൗസിലും ഈ പറഞ്ഞ പോലെ ഈ ഒരു വർക്ക് കൂടെയൊക്കെ വരുമ്പോഴത്തേനും നമ്മൾ ഉടുത്ത് വരുമ്പോഴത്തേനും ഈ സാരി ആ ഒരു വൈറ്റ് കളേഴ്സ് ഇഷ്ടപ്പെടുന്ന, അതായത് വൈറ്റ് സാരി, പ്യുവർ വൈറ്റ് കളക്ഷൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നല്ലൊരു ചോയ്സ് ആയിരിക്കും.
അപ്പോൾ ഈ കാണിച്ച സാരി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ നമ്മൾ ഹാൻഡ് എംബ്രോയിഡറി ഓർഡേഴ്സ് പുതിയത് കമ്മിറ്റ് ചെയ്യുന്നില്ല. അതുപോലെ നമുക്ക് കമ്മിറ്റ് ചെയ്ത ഓർഡേഴ്സിലും കുറച്ച് ഡിലേ ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. കുറച്ച് ഫിസിക്കൽ ഇഷ്യൂസ് ഒക്കെ കാരണം നമുക്ക് ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പ് എടുക്കേണ്ട വന്നിട്ടുണ്ട്. അത് കാരണം നമ്മുടെ പെൻഡിങ് ആയിട്ടിരിക്കുന്ന ഓർഡേഴ്സിനും കുറച്ച് ഡിലേ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ഇത് ഡിസ്പാച്ച് ചെയ്യാനുള്ള മാർഗം ചെയ്യുന്നതായിരിക്കും. അപ്പം ഞാൻ ഓൾറെഡി നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നവരോട് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഡിലേ സംഭവിച്ചിട്ടുണ്ടെന്ന്. ഒത്തിരി ആൾക്കാർ നമ്മുടെ നല്ല കോപ്പറേറ്റീവ് ആയിട്ട് അത് സാരമില്ല എന്നുള്ള രീതിയിൽ നമ്മളത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന് ഒത്തിരി താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തതിന് താങ്ക് യു ഫോർ വാച്ചിങ്.